പഞ്ചാരക്കൊല്ലിയിലെ കടുവാപ്പേടി ജനങ്ങളുടെ ആശങ്ക, ദൗത്യസംഘത്തിന്റെ നീക്കങ്ങൾ, ഇതൊക്കെ പ്രേക്ഷകർക്കറിയാം. അതിനിടയിൽ വയനാട് പുൽപ്പള്ളി കേളക്കവലയിൽ കടുവയെ കണ്ടു എന്ന പരാതി പ്രദേശവാസികൾ ഉയർത്തുന്നു. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാറിന്റെ തോട്ടത്തിനടുത്താണ് കടുവയെ കണ്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് സ്ഥലത്തെത്തി പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ജില്ലയുടെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള ആശങ്ക, ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലം. ഇപ്പോഴിതാ ഇവിടെ കടുവയെ കണ്ടു എന്ന് പ്രദേശവാസികൾ പറയുന്നു. എന്താണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് സുർജിത്ത്? പുതിയ വിവരങ്ങൾ എന്താണ്? എന്തായാലും ആശങ്ക ഏറുന്ന വിധത്തിൽ തന്നെ പലയിടങ്ങളിലും കടുവ സാന്നിധ്യം ഉണ്ടാകുന്നു. അത് രാത്രിയിൽ തന്നെ. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിക്ക് അടുത്ത് പടമല എന്ന് പറയുന്ന പ്രദേശത്താണ്. അതിനു മുമ്പുള്ള ദിവസം അത് വൈത്തിരിയിലായിരുന്നു. ഇപ്പോഴിതാ ഇന്ന് വൈകിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാറിന്റെ വീടിന്റെ തോട്ടത്തിന്റെ സമീപത്തായി കടുവയെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുമുണ്ട്. എന്തായാലും ഈ കടുവാ സാന്നിധ്യം പലയിടങ്ങളിലായി കാണുന്നുണ്ട്. പഞ്ചാരക്കൊല്ലിയിലെ കടുവയ്ക്ക് വേണ്ടി ഇനി നാളെ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയാണ്. ഈ ദിവസങ്ങളിലായി ദൗത്യസംഘം കടുവയെ പിടികൂടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള നടപടിക്രമങ്ങളെല്ലാം നടത്തുകയായിരുന്നു. എന്തായാലും നാളെ കുറച്ചുകൂടി കേന്ദ്രീകരിച്ച തെരച്ചിൽ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതിനായി കൂടുതൽ സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം RRT സംഘത്തിന്റെ വിപുലീകരണം നടക്കുന്നുണ്ട്. കൂടുതൽ സായുധ സംഘത്തെ ഇറക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കമാൻഡോ സംഘം അടക്കം ഉള്ളവർ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു ദൗത്യമാകും നടക്കുക. ഇതിനുവേണ്ടി പ്രത്യേക ഫണ്ട് പോലും വകയിരുത്തുന്ന തരത്തിലേക്ക്, ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പ്രത്യേക ഫണ്ട് പോലും വിലയിരുത്തുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാരും മാറിയിട്ടുണ്ട്. ഇന്ന് ചില അസ്വാഭാവികമായിട്ടുള്ള സംഭവവികാസങ്ങളിലേക്ക് ഈ സ്ഥലം പഞ്ചാരക്കൊല്ലി മാറിയിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് രാവിലെ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ കൂടി കടുവ ആക്രമിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ജയസൂര്യൻ എന്ന് വിളിക്കുന്ന യുവാവിനെയാണ് ആക്രമിച്ചത്. RRT അംഗമാണ്. അദ്ദേഹത്തിൻ്റെ കൈക്കാണ് പരിക്കേറ്റത്. അദ്ദേഹത്തെ മാനന്തവാടി ആശുപത്രിയിലേക്ക് മാറ്റി. അതിനുശേഷം മന്ത്രി AK ശശീന്ദ്രൻ്റെ വരവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനൊടുവിൽ മന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു. ഈ കടുവ മനുഷ്യജീവന് ഭീഷണി എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം വന്നു. എന്തായാലും വെടിവെച്ച് കൊല്ലാനുള്ള നീക്കം. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുൽപ്പള്ളി കേളക്കവലയിലും കടുവയെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ പരിശോധന നടത്തുന്നുണ്ട്. എന്താണ് വനംവകുപ്പ് അതുമായി ബന്ധപ്പെട്ട് ഇനി വ്യക്തമാക്കാൻ പോകുന്നത് എന്ന കാര്യം പ്രധാനമാണ്. കടുവയാണോ എന്ന കാര്യം വനംവകുപ്പാണ് സ്ഥിരീകരിക്കേണ്ടത്. അവരുടെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഉണ്ടാകും എന്ന് കരുതാം.